ഈ ചന്ദ്രശേഖരൻ നേരത്തെ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്ന സമയത്ത് എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി അതിനെ നിരീക്ഷിച്ചപ്പോ ഈ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അദ്ദേഹം അത്ര അപകടകാരിയല്ല എന്ന മട്ടിലാണ് പ്രതികരണം നടത്തിയത്. അപ്പൊ എന്താണ്, വി.ഡി. സതീശനും ചന്ദ്രശേഖരനും തമ്മിൽ രഹസ്യ ബന്ധമുണ്ട് എന്ന് ഈ ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിലും നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് വന്ന ഘട്ടത്തിലും ഇവരുടെ ഈ പരസ്പരമുള്ള പ്രതികരണങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്ത് അന്വേഷണമാണ് ഗൗരവമായി ഇതിനെ കുറിച്ച് നടന്നത്? ഇതൊന്നും കർണാടകയിലെ സർക്കാർ അറിയാതെയാണോ? കർണാടകയിൽ പിന്നെന്തിനാണ് അങ്ങനെ ഒരു ഭരണം? 6.5 കോടിക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടി സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമി 313 കോടി രൂപയ്ക്ക് കൊള്ള അടിക്കുമ്പോ കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് എന്തു ചെയ്തു? ആ വിൽപ്പന റദ്ദാക്കാൻ വേണ്ടി, ഇയാളെ പിടിച്ച് തുറങ്കിലടക്കാൻ വേണ്ടി ശക്തമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കാൻ കർണാടകയിലെ സർക്കാർ തയ്യാറുണ്ടോ? തയ്യാറില്ല. കർണാടകയിൽ ബിജെപിയുടെ നേതാവിന്റെ ഈ കൊള്ളക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം അവിടെ ഉണ്ടാവുന്നു.